കണ്ടാ കപ്പ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനാ. ഇന്ന് പിന്നെ എനിക്ക് ഇച്ചിരി കാച്ചിൽ വാങ്ങിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത ദിവസം പുഴുങ്ങാം. നമുക്ക് ചേട്ടൻ വാങ്ങിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ ആൻസർ ഞാൻ കണ്ടടാ, നീ അടിയിൽ നിന്ന് ഇറങ്ങി വാ. അപ്പം എന്നോട് പറഞ്ഞു നമ്മുടെ വീഡിയോയിൽ ആ ചാനലിൻ്റെ പേരൊന്ന് പറയാവോ എന്ന് പറഞ്ഞു. അപ്പോൾ പാവങ്ങളാണ്. അപ്പം നമ്മുടെ വീഡിയോയിൽ ഒരു ചാനലിലൂടെ രക്ഷപ്പെടാനിരിക്കുന്ന കപ്പപ്പുഴുക്കം ഉണ്ടെങ്കിൽ പിന്നെ ചേട്ടന് വേറെ ഒന്നും വേണ്ട. കപ്പ പുഴുങ്ങിയത് മീൻകറി, ചോറ് പോലും വേണ്ട. അല്ലെങ്കിൽ ചോറിനോട് ഒരു താല്പര്യമൊന്നുമില്ല. നമ്മുടെ എല്ലാവരുടെ കമൻസൊക്കെ കണ്ടിട്ട് അതിൽ ഒരുപാട് സന്തോഷം തോന്നി. ആദ്യമേ തന്നെ പറയട്ടെ, ഒരു വേദിക മോൾക്ക് ഒരു ഹായ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻസൂട്ടൻ്റെ ഭാഗം ഒരു ആൻസൂട്ടന് ഇന്ന് നാളെ ഒന്നും ക്ലാസ് ഇല്ലായിരുന്നു. സ്കൂളിലെ കലാകായിക മത്സരങ്ങളൊക്കെ നടക്കുക കേട്ടോ. നാളെ സ്പോർട്സ്. ആർട്സ് ഓടി തോറ്റുപോയി. വലിയ ചേട്ടായിമാരൊക്കെ ജയിച്ചതെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. തോൽവിയിൽ നിന്നാണ് ജയം ഉണ്ടാകുന്നത്. തോറ്റാൽ ഇന്നിപ്പോൾ തോറ്റു എന്ന് പറഞ്ഞാൽ നാളെ ജയം ഇല്ലാതിരിക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പിന്നെയും പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ മതി. ആദ്യമേ തന്നെ കയറി അങ്ങ് ജയിച്ചാൽ പിന്നെയും ജയിക്കാൻ ഒരു രസമില്ലല്ലോ. ആദ്യം തോറ്റിട്ട് ജയിക്കുമ്പോൾ അതിൻ്റെ ഇച്ചിരി മധുരം കൂടും. എൻ്റെ ജീവിതം പോലെ ഞാൻ അമ്പയെ പരാജയപ്പെട്ടിട്ട് അവിടെ നിന്നും ജയിച്ച് കയറി വന്നതല്ലേ. അതുപോലെ തന്നെ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന എല്ലാവരും പറയും ആൻസൂട്ടൻ അൺഹാപ്പി, ആൻസൂട്ടൻ ഹാപ്പി അല്ല, ആൻസൂട്ടൻ്റെ ഉള്ളിൽ എന്തോ വിഷമമുണ്ട് എന്നൊക്കെ പറയും. എന്നത് ഇങ്ങനെയൊക്കെ ആണോ എന്നേ. അതുപോലെ തന്നെ ആൻസൂട്ടനൊന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായി. ആൻസൂട്ടടാ എണീക്കടാന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ അത് ഉച്ച മുതൽ കിടന്ന് ഉറങ്ങിയ കുട്ടിയെ ഞാൻ വൈകുന്നേരം എഴുന്നേൽപ്പിച്ചതായിരുന്നു. വൈകുന്നേരം എഴുന്നേൽപ്പിച്ച് ഞാനിവിടെ കൊണ്ടിരുത്തിയിട്ട് ആൻസൂട്ടൻ ഞാൻ വീഡിയോ എടുക്കാൻ പോവാ, നീ ആക്റ്റീവായിട്ട് സംസാരിക്കടാന്ന് പറഞ്ഞു. അവനെ എഴുന്നേറ്റ് വഴി പിന്നെയും കിടന്നിങ്ങനെ ഉറങ്ങി. അതിന് ഞാൻ എന്തുമാത്രം കേട്ടു. പിന്നെ നല്ല കാര്യമാണ് കേട്ടോ, ഇടയ്ക്കൊക്കെ കേട്ടാലാണ് വീഡിയോയ്ക്കൊന്ന് റീച്ച് ആവത്തുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ സ്ഥിരം പ്ലേസിൽ തന്നെ ഇരിക്കുന്നത് നമ്മുടെ അടുക്കളയിലാണ്. നമ്മളിവിടെ ഈവനിങ്ങിന് വൈകുന്നേരം നമുക്ക് ഈവനിങ് അല്ല രാത്രിയിലത്തേക്ക് സപ്പറല്ലേടാ താഴം അത് ലാസ്റ്റ് സപ്പറ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കൊച്ചിനോടൊക്കെ ചോദിച്ചിട്ട് വേണ്ടേ അതിനൊക്കെ പറയാൻ. അപ്പം സപ്പർ നമ്മൾ അത്താഴം കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല പച്ചക്കപ്പ വേവിച്ചതും മുളകിട്ട് വേവിച്ചതും, നമ്മുടെ ഇങ്ങോട്ട് കപ്പ പുഴുങ്ങിയതെന്ന് പറയും. നല്ല പച്ചക്കപ്പ പുഴുങ്ങിയതും മീൻകറിയുമാണ്. അപ്പോൾ കപ്പ പുഴുങ്ങി ഞാൻ മാറ്റി വെച്ചു. മീൻകറിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി അരപ്പെല്ലാം സെറ്റാക്കി തിള വന്നു കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം. അതിനുശേഷം അത് വേവിച്ചെടുക്കാം. ഞാൻ എപ്പോൾ തുടങ്ങിയ പണിയാണെന്നറിയാമോ? രാത്രി 9 മണിയായി. ചേട്ടനാണെങ്കിൽ ഒരിടം വരെ കാറും എടുത്തുകൊണ്ട് പോയേക്കും. അപ്പം ചേട്ടൻ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താക്കണം? കറിയാക്കണം. നീ ഒന്ന് ആക്റ്റീവായിട്ട് പറഞ്ഞേ. അതിന് ആക്റ്റീവാവുക എന്ന് പറയുന്നത് എന്നെ അടിക്കുക എന്നല്ല അർത്ഥം. എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനോ അതിനോട് നീങ്ങിയിരിക്കുക. അപ്പം അതെ നമ്മളിവിടെ ഹാപ്പിയാണ്, നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല. നാളെ സ്കൂളിലൊന്നും വിടത്തില്ല. എന്നിട്ട് വേണം കാപ്പസാർ അവിടെ പിടിച്ച് കെട്ടിയിടാനായിട്ട്. വെറുതെ എന്തിനാണ് ഞാൻ ഇനി വന്ന സ്കൂളിൽ വന്നു കഴിയുമ്പോൾ അതുകൂടെ കേൾക്കാനായിട്ട്. ഐസ്ക്രീം നിനക്ക് ഞാൻ നാളെ വാങ്ങിച്ചോണ്ട് തരാം. എവിടെന്നെങ്കിലൊക്കെ വാങ്ങിച്ചു തരാം. ഒന്നുമില്ല, അവർക്ക് സുമാറ്റോയിൽ നിന്നെങ്കിലും വാങ്ങിച്ചു തരാം. മതിയോ? വാങ്ങിച്ചു തന്നിട്ട് പോകാൻ പറ്റില്ല. ആ സമയത്ത് സുമാറ്റോ ഒന്നും തുറക്കൂല. കോളേജിൽ നിന്ന് വാങ്ങാനായിട്ട് നമുക്ക് അവിടെ ഇല്ലല്ലോ, ക്യാൻറ്റീനിൽ ഇല്ലല്ലോ. കോളേജിലിരുന്ന് വീട്ടിലേക്ക് സുമാറ്റോക്കാരനെ പറഞ്ഞു വിടായിരുന്നു. ഞാനിപ്പോ സുമാറ്റോക്കാരനെ പറഞ്ഞു വിട്ടാലും നീ അന്നേരം ഇവിടെ കാണണം എന്നില്ലല്ലോ. ഉറക്കെ പറ. മുൻവശത്താണോ കളിച്ചത്? ഇവനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന് കഴിഞ്ഞപ്പോഴേ ഈ മൊബൈൽ പഠിപ്പിക്കരുത് കേട്ടോ, കാലാട്ടല്ലേ. ഇവൻ വൈകുന്നേരം ഇങ്ങോട്ട് താമസം മാറി വന്നതിൽ പിന്നെ അപ്പുറത്തേക്ക് കളിക്കാൻ പോകാൻ പറ്റാറില്ലല്ലോ. പിന്നെ ഞാൻ അങ്ങനെ വിടാറുമില്ല. ആര് ഇവര് കളിക്കുന്ന പ്ലേസിലേ വാഴ നട്ടു. വാഴ മാത്രല്ല പയറ് നട്ടിട്ടുണ്ട്, പ്ലാവ് നട്ടിട്ടുണ്ട്, റംബൂട്ടാൻ നട്ടിട്ടുണ്ട്, കപ്പ നട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ കൃഷികളും നടത്തിയിട്ടുണ്ട്. വെണ്ട വരെ നട്ടിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ വെണ്ടയാണെന്ന് തോന്നുന്നു കണ്ടത്. അങ്ങനെ എന്താണെങ്കിൽ ഇവരുടെ കളിസ്ഥല പ്ലേ ഗ്രൗണ്ട് അങ്ങോട്ട് നീങ്ങി കിട്ടി. എന്താ ഉറക്കെ പറയൊന്നും കേൾക്കാം. അംഗനവാടിയിൽ പഠിച്ച ഒരു കൂട്ടുകാരനെ കണ്ടു. LKG
ആ ജോയില് വണ്ടമറ്റത്താണോ UKG തോമാച്ചനെ കണ്ടു മറ്റേ അവിടെ മറ്റേ ആ തട്ടിക്കാനെ എപ്പോഴും എന്നെ വിളിക്കായിരുന്നു. അവൻ ഇതില വന്നോ? അവൻ ഇവിടെ വീടുണ്ട്. എവിടെ ഇവിടെ ഇങ്ങനെ കീർക്കുമ്പോ വളഞ്ഞൊരു ആ പൊട്ടി റോഡിൽ മേലെ പോയില്ലേ, അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു വഴി കാണാനില്ലേ, ആ വഴി ഇതാ പത്രം ഇടുന്ന വഴിയാ. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു മണ്ണ് വഴി ഇങ്ങനെ പോകില്ലേ, ആ നേരെ നേർന്ന റോഡിലേക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ദിവസം. മറ്റൊരു വാടക വീടില്ലേ ഇങ്ങനെ OLX-ലൊക്കെ കണ്ടത്, അത് ആ വഴി ഇങ്ങനെ പോകുമ്പോ ഇവിടെ അവിടെയാണോ അവന്റെ വീട്? ആ റോഡിലേക്ക് പിന്നെ അവിടുന്ന് മെയിൻ റോഡിലേക്ക് വഴിയുണ്ട്. ഓ ആ വഴി പോകുമ്പോ നടന്നു പോകണ്ടേ പറ്റുള്ളൂ, വണ്ടിയൊന്നും പോകില്ലോ. അതിനെന്നെ പണ്ട് വഴി കാണിക്കാന്ന് പറഞ്ഞാൽ നമ്മള് പോയത് ഓർക്കണ്ട, ജൂലൈ 21-ാം തീയതി വണ്ടി പോകും. ജൂലൈ 21-ാം തീയതിയാണ് പോയത്. അല്ലല്ല വേറൊരു ദിവസമാണ് വണ്ടി പോകും. എന്റെ പൊന്നോ, ഞാൻ പോകാന്നൊക്കെ ഓർത്തോണ്ട് പോയിട്ടാണെങ്കിൽ പകുതിയുടെ ആയിരുന്നപ്പോ വഴി തീർന്നു. എന്നിട്ട് പറയാ ഇതേ വഴിക്കോടെ ഇങ്ങ് പോയി അപ്പുറത്തെ കണ്ടുപോയി ഇറങ്ങാന്ന്. ഞാനില്ലപ്പാന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോകും. നീ എന്നെ ഈ വഴി കാണിക്കാൻ കൊണ്ടുപോയി ഒരു ദിവസം കൊണ്ടുപോയില്ല. അങ്ങനെയൊന്നും പോകാനൊന്നും പറ്റുമൊന്നുമില്ല കേട്ടോ. അല്ല പിന്നെ കഴിഞ്ഞ ദിവസം എന്നെ അങ്ങോട്ട് കളിക്കാൻ വിട്ടില്ലായിരുന്നു. കളിക്കാൻ വിട്ടില്ലേ? ഒരു കാര്യം ചെയ്യാവോ, ആ മീനിന്റെ ഇത് തിളച്ചോന്ന് നോക്ക്. ആ എടാ തീ ഇച്ചിരി കൂട്ടി വെക്കാവോടാ, ഇച്ചിരി കൂട്ട്. ഞാൻ പറയാവേ കൂട്ടാൻ. മതി മതി. ഞാനും കാട്ടിൽ അഭിഷേകം പോയിട്ടില്ല. ആ ചെറിയ വീട് കണ്ടു അതാരെങ്കിലൊക്കെ. നീ നാട്ടുകാരുടെ കാര്യം പറയാ, നീ ഇവിടെ നോക്ക്. അല്ല പിന്നെ നമ്മൾ എല്ലാവരുടെ കാര്യം പറഞ്ഞ് കാണാനിരിക്കുന്നവര് പിന്നെ അഭിഷേകം പറഞ്ഞ ഹായ് കൊടുക്കുന്നു. അവൻ വീഡിയോ കാണാറുണ്ടോ? അവന്റെ ഒരേ ഒരു കൂട്ടുകാരനാണ് ഇപ്പോൾ അഭിഷേക് ബച്ചൻ. അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഇവർ രണ്ടൊരു ബോൾ കളിക്കാറുണ്ട്. അതാണ് ഇപ്പൊ ആൻസിന് ആകെയുള്ള ഒരു ആശ്വാസം. എപ്പോഴാടാ? ചുമ്മാ ഇങ്ങനെ നേരത്തെ ചുമ്മാ ഇങ്ങനെ തട്ടിയിടും. കാണിക്കില്ല, അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് കളഞ്ഞ്. ആൻസൂട്ടൻ മാറിപ്പോയില്ലേ? ആൻസൂട്ടൻ ഇങ്ങനെ ആ ഒരു ചെറുപ്പത്തിൽ നിന്ന് പതുക്കെ കടന്നു വരികയാണ് കേട്ടോ. 12 വയസ്സായില്ലേ, പതുക്കെ കൂട്ടുകാരുടെ ആ കൂട്ടിലേക്കും അവരുടെ ഒരു ലോകത്തേക്കൊക്കെ ആയിട്ട് പതുക്കെ പതുക്കെ മാറി തുടങ്ങി. അതാണ് ഇപ്പൊ ആൻസൂട്ടന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട്. എന്നെ കുറിച്ച് എപ്പോഴെങ്കിലും ഇന്നിരുന്നപ്പോ ആലോചിച്ചോ? എന്താ ആലോചിച്ചു? ഈ തിന്നാൻ കാര്യം അല്ലാതെ നീ എന്നെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചോ? എന്താ കാണിച്ചോണ്ട് തന്നെ കാര്യം അല്ലടാ പറഞ്ഞ. കടലമിഠായി ഉണ്ടോടാ? ഇവിടെ ഭയങ്കര നീവൻ ഭയങ്കരനാ. ഞാൻ ഇന്നലെ മാക്രോണി ഒരെണ്ണം പോലും തിന്നില്ലായിരുന്നു. ആ ചേട്ടൻ വിളിച്ചപ്പോഴത്തേക്ക് കോളം കൂടെ കട്ടായി പോയെന്നേ. ഞാൻ അതിന്റെ ഇടയ്ക്ക് മീൻകറിയുടെ ഗ്രേവി തിളച്ചോ നോക്കട്ടെ. ഞാൻ ഗ്രേവി കാണിച്ചുതരാം, കപ്പ പുഴുങ്ങിക്കണം കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ മീൻകറിയുടെ ഗ്രേവി. അപ്പം അതാ ഈ ഉള്ളിയൊക്കെ ശരിക്കും ഉടഞ്ഞ അതിലേക്ക് ചേരണം എന്നാണ് ചേട്ടൻ പറഞ്ഞു തന്നത്. ചേട്ടൻ അപാര കുക്കാണ് കേട്ടോ, നല്ലൊരു ഷെഫാണ്. പിന്നെ കപ്പ പുഴുങ്ങിയേക്കണം കാണിച്ചുതരാവേ. ഇതാ നമ്മുടെ നല്ല കുഴകുഴാന്നിരിക്കുന്ന കപ്പപ്പുഴുക്കുണ്ടെങ്കിൽ പിന്നെ ചേട്ടന് വേറെ ഒന്നും വേണ്ട. കപ്പ പുഴുങ്ങിയത് മീൻകറി, ചോറ് പോലും വേണ്ട. അല്ലെങ്കിൽ ചോറിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഞാനാ പിന്നെയും ചോറ് ഇവിടെ ഉണ്ടാക്കുന്നത്. ചേട്ടൻ തനിച്ചാർന്നപ്പോൾ ഇവിടെ ചോറും ഉണ്ടാക്കാറില്ല, ഒന്നും ഉണ്ടാക്കാറില്ല. എല്ലാ കാലത്തും വല്ലതും ഉണ്ടാക്കിയാലായി. ഇതാണെങ്കിൽ നല്ല പുട്ട് പോലെ ഇരിക്കുന്ന കപ്പയാണേ, കണ്ടോ? നല്ല പുട്ട് പോലെ ഇരിക്കുന്ന കപ്പയാണ്. നമ്മുടെ കരിമണ്ണൂർ നമ്മുടെ കടയുടെ തൊട്ടപ്പുറത്തുള്ള പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിയതാണ്. അവിടെ ജിജോ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അപ്പം അവൻ്റെ വൈഫിനൊരു ചാനലുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ ആൻസർ ഞാൻ കണ്ടടാ, നീ അടിയിൽ നിന്ന് ഇറങ്ങി വാ. അപ്പം എന്നോട് പറഞ്ഞു നമ്മുടെ വീഡിയോയിൽ ആ ചാനലിൻ്റെ പേരൊന്ന് പറയാവോ എന്ന് പറഞ്ഞു. അപ്പോൾ പാവങ്ങൾ, അപ്പം നമ്മുടെ വീഡിയോയിൽ ഒരു ചാനൽ കൂടി രക്ഷപ്പെടട്ടെ. അമ്മൂസ് ജിജോ എന്ന് പറയുന്ന ചാനലാണ്. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ കയറി കാണണം. സത്യം പറഞ്ഞാൽ ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയില്ല കേട്ടോ, എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ അല്ലെങ്കിൽ ലിങ്ക് കൊടുക്കായിരുന്നു, വാട്സപ്പിനകത്തേക്ക് വന്നിട്ട് ലിങ്ക് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ലിങ്ക് കൊടുക്കാമല്ലോ, അത്രയേ ഉള്ളൂ. അപ്പം അമ്മൂസ് ജിജോ എന്ന് പറഞ്ഞ ചാനൽ കയറി എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. എന്താണെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് പൊക്കോട്ടെ, അല്ലാതെ നമ്മളെ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ. ശരിയല്ലേ? ആണോന്ന് പറ. പിന്നെ എന്നാ വിശേഷം? വേറെ പ്രത്യേകിച്ച് വിശേഷം എന്ന് പറയാനൊന്നും ഇല്ല. പിന്നെ ചേട്ടനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോമഡി. എന്നാ പറ.
എടാ നീ എന്റെ ചെവി പറയാതെ അതിനകത്തൊന്നും കേൾക്കൂലടാ. കൂട്ടില്ല കൂട്ടില്ല കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ, അങ്ങനെയാണല്ലോ. കേട്ടല്ലോ കോട്ട. ആ തലടിക്കണ. എനിക്ക് ഇന്നലെ തലവേദനയുടെ ഗുളിക കഴിച്ചിട്ടാ കിടന്നേ. നിന്റെ നെറ്റിയുടെ എങ്ങനെ കുരു വന്നതാ? ആ ആരടാ മോഹിക്കണേ? നീ ഇതിനാ റോസക്കകത്തേക്ക് മോന്തം കുത്തിച്ചെന്ന് വീണ. ആൻസ് ഹാപ്പി. ആൻസ് ഇച്ചിരി പക്വതയൊക്കെ വന്നതിന്റെ ഒരു ഗെറ്റപ്പിലൊക്കെ ഇരിക്കുന്ന കേട്ടോ. എന്റെ ദൈവമേ വേണ്ട, ഉള്ള സബ്സ്ക്രൈബേഴ്സും കൂടെ പോകും. എടാ പഴം തിന്നവരെ, പഴം തിന്നാത്തവരെ, പഴം പൊരിച്ചവരെ, പഴം പൊരിച്ച് തിന്നവരെ, എന്റെ പിണ്ടി വെട്ടിക്കാരൻ നീചരെ, എന്റെ എല്ലാ വെട്ടി സത്യ തിന്ന കൂട്ടരെ, തിന്ന് കഴിഞ്ഞെടുത്ത് ഞാൻ നിജരെ, എന്നെ മണ്ണിനടിയിൽ കുടിച്ചിട്ട വരപ്പേ മോനെ വാര, പച്ചക്കളർ വാര, എന്തൊരു വാര, ഇതാണ് വാര മോനെ വാര. കോപ്പിറൈറ്റ് വാങ്ങി തരുമോ? പാട്ടാ. അതാ പറഞ്ഞ കോപ്പിറൈറ്റ് വാങ്ങി തരുമോ? ആര് പറഞ്ഞു? വാഴ മൂവിയിലെ പാട്ടായിരിക്കാം. വാഴ മൂവി കണ്ടോടാ? ഇല്ല, കാണണേ. ഹോട്ട്സ്റ്റാറിലുണ്ട്. നമ്മൾ നാളെ കണ്ട പടം ഏതായിരുന്നു? ആ ഏറെ കണ്ട് ഹോട്ട്സ്റ്റാറിൽ. അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. നമ്മള് തിയേറ്ററിലൊക്കെ പോയിട്ട് എത്ര നാളായിടാ. ഇതെല്ലാം ഒതുക്കി തീർന്നിട്ടില്ല. ഇനി നമുക്ക് ഒതുക്കി തീർക്കാനൊക്കെ ഉണ്ട്. പിന്നെ പാത്രം വെക്കാനായിട്ട് ഇഷ്ടംപോലെ പ്ലേസ് ഇതിന്റെ മുകളിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ പാത്രങ്ങളെല്ലാം അവിടെ ഒതുങ്ങി പോകും. പിന്നെ അവിടെ ഭിത്തിയിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോ അലമാരികളും ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. മിക്സി ആ സൈഡിലേക്ക് ഒതുക്കി. അവിടെ മിക്സിയുടെ ജാറുകളെല്ലാം വെക്കുന്നത്. പിന്നെ എന്റെ പുറകിലിരിക്കുന്ന മറ്റേ ചോറ് വെക്കുന്ന പാത്രമാണ് കേട്ടോ, ചോറ്റുപാത്രം. റൈസ് കുക്കർ. പിന്നെ ചോറാണ് അവിടെ മൂടി വെച്ചിരിക്കുന്നത്. നമ്മുടെ കഞ്ഞിക്കലം ഒന്നും എടുത്തിട്ടില്ല. 1 മിനിറ്റ് വീഡിയോ പൊളിയായിരുന്നു. എന്നെ കാണുന്നവരെല്ലാം പറയുന്നുണ്ട് 1 മിനിറ്റ് വീഡിയോ എന്താ വരാത്തെ. ഞാൻ ആദ്യം ഒന്ന് സെറ്റ് ആവട്ടെ. ഇവിടെ വന്ന പിന്നെ എനിക്ക് കുറച്ചെങ്കിലും മടി പിടിച്ചോന്നൊരു സംശയമുണ്ട്. രാവിലെ എഴുന്നേക്കാനൊരു മടി, ഹെൽപ്പ് ചെയ്യാൻ ചേട്ടനുള്ളതുകൊണ്ട് അത് വേറൊരു മടി. പിന്നെ ഈ ആൻസ് കൂട്ടനാണെങ്കിൽ ഇപ്പൊ പണ്ടത്തെ പോലെ എന്നോട് വലിയ വിണ്ടാട്ടോ ഇല്ല, എന്നോടൊരു സ്നേഹമോ ഇല്ല. ഞാൻ ഇടുന്ന തരത്തിലുള്ള ഒരു ഉടുപ്പ് ഇടാറും ഇല്ല. അത് നീല ഇവിടെ കറുപ്പ്, ഇത് റോസ അവിടെ കറുപ്പ്, എന്തോ എന്തോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെങ്ങനെ പോയിക്കൊണ്ട്. കുളിക്കലേ ഇതുണ്ടോ മൊബൈലിന്റെ സ്റ്റാൻഡ്? എടാ നീ വെള്ളത്തെ ഇറങ്ങിയിറങ്ങി നീ കറുത്തു പോയടാ. ഞാനോ കറുത്തതാ. എന്റെ മൊബൈലാ. കടിക്കട്ടെ. എന്നാണോ കാണിച്ചതാ? നീ എന്നാണോ കാണിച്ചതാ? എടാ നീ എന്നാ കാണിച്ച തോന്നി പോവാണ്ടോടാ? മാറേ മാറേ മാറ് മാറ്. സെറ്റാടാ. കുറച്ച് ഈ ഫോൺ വെക്കാൻ ഒരു സ്ഥലമില്ല, അതാ കുഴപ്പം. നോക്കട്ടെട്ടാ. നമ്മുടെ മീനൊക്കെ തിളച്ചിട്ടാ. അങ്ങനെ സെറ്റായ കുളിച്ചിട്ട് പോയി എല്ലാവർക്കും കിടക്കാറുണ്ട്. വാതിലിനെ കുറ്റിയൊക്കെ ഇട്ടിട്ടില്ലടാ, കൂട്ടിയിട്ടില്ലേ? ഇവനാ അവസാനം വാതിൽ തുറന്നത്. ഇച്ചിരി കഴിഞ്ഞ് നോക്കാം. നമ്മള് കിടക്കാൻ നേരത്ത് കിടക്കണം. ചേട്ടനാണെങ്കിൽ വന്നോളാം, കഴിച്ചിട്ട് കിടന്നോളാം പറഞ്ഞേ. വെള്ളം കൂടിപ്പോയോടാ. ഞാൻ എപ്പോൾ കറി വെച്ചാലും വെള്ളം കൂടിപ്പോകുന്നു പറഞ്ഞൂടെ പരാതിയാണ്. ഇനി ഇത് പാത്രം കഴുകട്ടെ. ഇപ്പം പിടിച്ച് കടിച്ചിട്ട് എനിക്ക് അവിടെ വേദന എടുക്കും, മുറിഞ്ഞു തോന്നണം. ഈശോയെ ഈശോയുടെ എന്നാ
പറഞ്ഞു ഇത് നീ എപ്പോഴാ കാതുത്താൻ പോയെന്ന്. ആ അപ്പൊ അവൻ പറയാം അവൻ വീട്ടിൽ തന്നെ കുത്തിയതാണ്. ചുമ്മാ പറയണം. അല്ല പിന്നെ വെച്ച് കുത്തി. ആ അതായത് കുറച്ച് പറഞ്ഞ അച്ഛൻ ബസ്സിലിറങ്ങിയില്ല വന്നു. ഞാൻ ചോദിച്ചു നോക്കി അപ്പൊ എന്നെ ആ ചേട്ടൻ പറഞ്ഞു അവൻ പിന്നെ വെച്ച ദിവസം കുത്തിയതാണ്. ആ കുറച്ച് അത് കമ്മൽ എടുത്തിട്ട് നീ അന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോടാ കേട്ടോ. ഏ കാതോ? ആ കാതൊന്നും ഇപ്പൊ കുത്തൂല. ഇങ്ങനെ പെണ്ണാണോ കാത് കുത്താൻ? ഇപ്പൊ കുത്തൂല കാതൊന്നും കേട്ടാ. ഒരാൾ ഇവിടെ ഇരുന്ന് ഭയങ്കര തീറ്റയാട്ടോ, ചുമ്മാ ഇരിക്കാറില്ല. പിന്നെ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ട് നേരെ കാണുമ്പോൾ പറയും വീഡിയോ കാണുമ്പോൾ ഭയങ്കര വണ്ണം തോന്നും, നേരെ കാണുമ്പോൾ വണ്ണം ഇല്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഈ ഫോൺ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ വണ്ണം തോന്നും, ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ വണ്ണം തോന്നത്തില്ല. അത് വെർട്ടിക്കൽ ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്നതിൻ്റെ ആണ് കേട്ടോ. ഈ ആൻസ് ഇവിടെ വന്നടാ, അവനൊക്കെ പുറകെ പോലെ ഗുറുന്ന്. പിന്നെ നമ്മുടെ ഈ ഒരു റൂമിൻ്റെ ഒക്കെ തോന്നുന്നു ഭയങ്കര മുഴക്കം, സൗണ്ടിന് ഭയങ്കര ബാസ് പോലെയൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ കുക്ക് ചെയ്തുകൊണ്ട് വീഡിയോസ് ഇപ്പം ഇടാത്തത് കേട്ടോ. പിന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലേ, വീഡിയോ എടുത്തിട്ട് പിന്നീട് അതിനൊരു ഓഡിയോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ 1 മിനിറ്റ് വീഡിയോ ഒക്കെ അങ്ങനെയല്ലേ. 1 മിനിറ്റ് വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കാനായിട്ട് രാവിലെ ഒന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ചോറാണെങ്കിലും തലേ ദിവസം തന്നെ വേവിച്ച് അതിനകത്തേക്ക് ഇറക്കി വെക്കുന്നത് കൊണ്ടും വിറകടപ്പം അങ്ങനെ സെറ്റ് ആയിട്ടില്ല. ഇനി അതൊക്കെ ആകട്ടെ. സത്യത്തിൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 മാസത്തോളം ആകാൻ പോവുക, എന്നിട്ട് ഇവിടെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. എന്നാ ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല. എന്നത്തെ കാലത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഓക്കെ ആകുമോ അതും അറിയാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് ഈ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഒന്നിനും സമയം കിട്ടാറില്ലെന്നേ. അവിടെ നിന്നാണെങ്കിൽ അങ്ങനെ ലീവും തരത്തില്ല. വീട് മാറുക, 2 ദിവസം ലീവ് തരാമെന്ന് വെച്ചപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ പറഞ്ഞു 1 ദിവസം ലീവ് എടുക്കുക, അങ്ങനെ എപ്പോഴും ലീവ് എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ പറഞ്ഞ് സമ്മതിച്ചു. പിന്നെ ലീവ് എടുക്കാനിട്ട് ആ വീട് മാറ്റത്തിൻ്റെ ലീവാണെങ്കിൽ 1 ദിവസത്തെ കിട്ടുള്ളൂ. വെച്ചാൽ അവിടുന്ന് സാധനങ്ങൾ 1 ദിവസം കൊണ്ടൊന്നും മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. മാറ്റി 1 ദിവസം കൊണ്ട് ഇവിടെ കൊണ്ടുവച്ചാലും ഇതെല്ലാം എടുത്ത് വെക്കാൻ പിന്നെയൊക്കെ ഒത്തിരി സമയം എടുക്കേണ്ട വരില്ലേ. അങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നപ്പം അങ്ങനെ ഇതുവരെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. പിന്നെ ആ വീട്ടിലെ പോലെ അല്ല, ഈ വീട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ രീതിക്കൊക്കെ നമ്മൾ മാറണ്ടേ. എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് മാത്രം അങ്ങ് പോയാലും പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഈ സ്റ്റൗ ആണെങ്കിൽ നമ്മൾ 2 എണ്ണം അങ്ങോട്ട് വെച്ചേക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫ്ലെയിം നന്നായിട്ട് ഇത് തീ വരും, ഇതിൻ്റെ ഇതും വരും. ഒരെണ്ണാണെങ്കിൽ ഇതിൻ്റെ തീരെ ഇതിൽ ഫ്ലെയിം ഇല്ല, അതിനും അത് തീരെ ചൂട് കിട്ടത്തില്ലേ. അപ്പോൾ ഇത് സർവീസ് നടത്തണം, ഓരോന്നുകൊണ്ട് സർവീസ് നടത്തിയിട്ട് വെക്കാമെന്നാണ് ഓർത്തത്. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ പാത്രങ്ങളൊക്കെ മുകളിലൊക്കെ വെക്കാൻ ഇഷ്ടംപോലെ പ്ലേസ് ഉള്ളതുകൊണ്ട് നമുക്ക് താഴേക്ക് നിരത്തേണ്ട ഒന്നും വന്നിട്ടില്ല. പിന്നെ എപ്പോഴും എടുക്കുന്ന പാത്രം മാത്രം എടുത്തുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ഇപ്പോൾ നമുക്ക് ചോറ് ഇപ്പോൾ വേവിച്ച് ഇറക്കി വെക്കാനുള്ളതാണ്, പിന്നെ അതിൽ ചോറ് വാർക്കാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ വീഡിയോ കട്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ട് പിള്ളേരെ അമ്മ മനസ്സ് എന്ന് പറഞ്ഞ് പാട്ട് പാടുമായിരുന്നു. അപ്പം ഇടയ്ക്ക് സ്റ്റക്ക് ആകുന്നുണ്ടായിരുന്നു. ഈ വീട്ടിലാണെങ്കിൽ റേഞ്ച് ഇല്ല മക്കളെ എന്ന് പറയാൻ പോലും എനിക്ക് പറ്റിയില്ല. അപ്പോൾ പിള്ളേരുടെ പാട്ടൊക്കെ കേട്ട് അവർക്കൊരു ചക്കരയമ്മയൊക്കെ കൊടുത്ത് നന്ദിയൊക്കെ പറഞ്ഞ് താങ്ക്സും പറഞ്ഞ് നമ്മൾ വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മുടെ മീനിൽ തിളച്ച മീനിൻ്റെ പിന്നെയും വെള്ളം കൂടി പോയോ എന്നൊരു ഡൗട്ടുണ്ട്. എൻ്റെ മീൻ അല്ലെങ്കിൽ തന്നെ വെള്ളം കൂടുതലാണെന്ന് പറഞ്ഞ് ചേട്ടൻ എപ്പോഴും പരാതിയാണ്. ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ച് മീൻ വയ്ക്കുമ്പോഴത്തേക്ക് ഗ്രേവി ചാറ് ഇച്ചിരി കൂടുതലായി പോകും. എന്ത് ചെയ്യാനാന്ന് പറ. എപ്പോഴാ തിന്ന് തീർക്കാറായി, ഇനി ലാസ്റ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തരില്ല. അതുകൊണ്ട് എന്നോട് ചോദിക്കാം വേണോ എന്നാ ഞാൻ വെള്ളം കുടിച്ചില്ലടാ, എന്നാ ചെയ്യാം, വെള്ളം കുടിക്കാൻ സമയം കിട്ടാറില്ല. ആ 2 എണ്ണം നമുക്ക് എടുത്ത് വെച്ച വെച്ചോ എവിടെ പോവാ സാറ്? എന്നാ ഉള്ളിൽ പറിച്ചു തന്നെയാ എന്നെ കടിച്ചപ്പോ ഞാൻ കൈ അവിടെ വെള്ളം ചടിക്കില്ലടാ, തെന്നെ വീഴൂടാ. ഇല്ലില്ല. അമ്മ മനസ്സ് ആ വെള്ളം കൂടി മേത്ത് വയ്ക്കാനായിട്ട്. ഇവൻ ഭയങ്കര അടവാണ് ഇവന്. വേണ്ട ചട്ടിക്കടത്തിലേക്ക് ഞാൻ അതിനകത്തേക്ക് മറിഞ്ഞു വേണ്ട മീൻകറിയുടെ കൂടെ തലക്കറിയായിട്ട് തിന്നുന്ന വെള്ളം ദൈവത്തെ അവർക്ക് പൊക്കണ്ട. പിന്നെ അതിനകത്ത് തന്നെ ഇരിക്കണം. അത് ശരിക്കും ഇങ്ങനെ
എന്നിട്ട് അങ്ങനെ വെച്ചരക്കണം, തന്നെ ആടി പോകരുത് കേട്ടോ. അപ്പം എന്താണേലും അടിപൊളിയായിട്ടൊക്കെ പോകുന്നു. ഇൻസ്റ്റയിലൊന്നൊക്കെ വീഡിയോ ഇട്ടിട്ട് കാലം കുറേയായി. എന്നിട്ട് ഞാൻ ചുമ്മാ എന്തെങ്കിലും ഇടണല്ലോ എന്ന് ഓർത്ത് നമ്മുടെ ആ എഴുതിയിട്ട കുറേ ഫോട്ടോസ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കമൻറ്റ് ചുമ്മാ ഉടായ്പ കാണിച്ചോണ്ടിരിക്കാതെ തറ പറയാമെന്ന് വീഡിയോ ചെയ്യണം. അങ്ങനെ ഞാനും ആൻസർ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടു. എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ് ബിന്ദുസ് ഡ്രീംസ്. ജനുവരി, ഫെബ്രുവരി, നവംബർ. അത് ഞാൻ ഇടാറുണ്ട്. നവംബർ ഇട്ടില്ല, ഒക്ടോബർ എടുത്തോന്ന് എനിക്കറിയില്ല. മനസ്സ് മനസ്സ് പോടാ 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 പോടി പോടാ. ഒരു ഈവനും ഇല്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കട്ടെ. നമ്മുടെ ബാസ്കറ്റ്ബോൾ കിടക്കുന്നുണ്ട്, നമ്മുടെ മാക്കുവാവ. അവൻ്റെ ഡോഗ് ഫുഡൊക്കെ അവൻ്റെ അടുത്തിരിപ്പുണ്ട്. പിന്നെ അവൻ്റെ വെള്ളമുണ്ട്, അവന് ചോറ് കൊടുക്കുന്നത് എല്ലാം ഇവിടെയുണ്ട്. നല്ല ഹൈജീനിക്കായിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ അവൻ ഇട്ടേക്കുന്നത്. അപ്പം വീടിനകത്ത് ഇപ്പോൾ കയറ്റാനായിട്ട് ഇപ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. പിന്നെയെന്ന് വെച്ചാൽ ഇവൻ്റെ കൂട് സെറ്റായിട്ടില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ഇവന് ഏതായാലും പലകയുടെ കൂടൊന്നും പറ്റത്തില്ല, ഇവന് കമ്പി തന്നെ വേണം. പലക കൊടുത്ത 2-ാം ദിവസം മൊത്തം നിന്ന് തീർക്കും. നടന്നാണോ പോയ കൂടെ? അല്ല എടാ, ഇവന് പലക കൊടുത്താലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കടാ. 2 ദിവസം കൊണ്ട് പലക മൊത്തം തീറ്റ കഴിക്കും. അപ്പം അതാണ് ഇപ്പം നിലവിലെ ഇവൻ്റെ അവസ്ഥ. ഇല്ലടാ വാക്കോ. പിന്നെ ഇവനെ അഴിച്ചു വിടാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ പട്ടിയെ വളർത്തിയിട്ടുണ്ടെങ്കിൽ കെട്ടിയിട്ട് തന്നെ വേണം വളർത്താൻ, അല്ലെങ്കിൽ വീടിനകത്തിടുവോ ചെയ്യണം. റോഡിൽ കൂടി നടന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ബാസ്കി എന്താണേലും ഹാപ്പി ആയിട്ട്, അവന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇവിടെ കിടക്കുക, തിന്നുക, സമയത്ത് വെളിയിലൊക്കെ കൊണ്ടുപോകും, സമയത്ത് ആഹാരം. അവന് ക്ഷീണമൊന്നുമില്ല, അവൻ നല്ല ഗെറ്റപ്പായിട്ട് സെറ്റപ്പായിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ അവൻ ഈ ഒരു കെട്ടിയിരിക്കുന്ന ഒരു സൈഡിൽ കയറി നിൽക്കും, റോഡിലേക്കൊക്കെ നോക്കും, വഴിക്കോടെ ആരെങ്കിലും പോയി ബാവു 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 എന്നൊക്കെ പറയും. ഇല്ലയുടെ അപ്പം അങ്ങനെയൊക്കെ ബാസ്കി മോനും ഹാപ്പി ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. നമ്മുടെ മീൻകറി ഉടൻ വരെയായി നോക്കിയിട്ട് വരാം. കോഴിക്കൂടും പട്ടിക്കൂടൊക്കെ ഒരുമിച്ച് വാങ്ങാൻ വേണ്ടി വെച്ചേക്കുന്നത് കൊണ്ട് നമ്മുടെ ബൊമ്മാസും നമ്മുടെ സ്വീറ്റിയും ഇരിക്കുന്നത് ഇതിനകത്താണ്. ഇതൊരു ചെറിയൊരു പപ്പിയുടെ കൂടാണ്. അവരവിടെ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്, നോ പ്രോബ്ലം, ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ചേട്ടൻ്റെ വണ്ടി ഇവിടെ വെച്ചിരിക്കുന്നത്, കാർ എടുത്തത് കൊണ്ട് വണ്ടി അങ്ങോട്ട് കുറച്ച് കയറ്റിയില്ല. അങ്ങനെ നമ്മളിവിടെ ഹാപ്പി ഗേറ്റൊക്കെ അടച്ചു പൂട്ടി വെച്ചേക്കാണ്. അപ്പോൾ പിന്നെ സ്വീറ്റിക്കും ബൊമ്മാസിനും ബാസ്ക്കും കാവലും ഉണ്ട്. ഏറ്റവും കോമഡി സ്വീറ്റ് ഇതാ ഇവിടെ കയറിയാണ് മുട്ടയിടുന്നത്. സ്വീറ്റ് എഴുന്നേറ്റ് നിൽക്കണോ? സ്വീറ്റ് ഇതാ ഇവിടെ കയറി, സ്വീറ്റ് ഇവിടെ മുട്ടയിടും, ഇങ്ങോട്ട് തിരിഞ്ഞായിരിക്കും ഇടുന്നത്. മുട്ട വീഴുന്ന വഴി ഇവൻ എടുത്ത് തിന്നും. അതുകൊണ്ട് ഇപ്പോൾ ഇവർ കോംപ്രമൈസിലാണ് പോകുന്നത്. ഇപ്പോൾ പെടേനെ കണ്ടാൽ ഇവൻ ഓടിക്കാറില്ല. ഇവന് വെച്ചിരിക്കുന്ന ചോറൊക്കെ പെട വന്ന് തിന്നും, ഇവൻ മാറി നിൽക്കും. കാരണം മുട്ട തിന്നാൻ കിട്ടുന്നതല്ലേന്ന് ഓർത്ത്. അല്ലടാ ബാസ്ക്യോ? അവിടെ ഒരു പൂമ്പാറ്റ ഇരിക്കുന്നുണ്ടെന്നാണ് ആൻസ് പറയുന്നത്. അവിടെ പറയുന്നതല്ല കേട്ടോ, അവിടെ ഒരു പൂമ്പാറ്റ ഇരിപ്പുണ്ട്. ഇതാ അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ചേട്ടൻ എത്തി. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു കഴിച്ചിട്ട് കിടന്നു, ഞാൻ ഇച്ചിരി ലേറ്റ് ആവുമെന്ന്. ഞാനതുകൊണ്ട് കഴിച്ചു, പക്ഷെ കിടന്നൊന്നുമില്ല, നോക്കിയിരുന്നു. എന്നിട്ട് വന്ന് ഫോണടിച്ചപ്പോൾ ഞാൻ പോയി ഗേറ്റ് തുറന്നപ്പോൾ എന്നോട് വല്ലവരൊക്കെ വന്ന് ഫോണടിക്കുന്ന വഴി വന്നങ്ങ് ഗേറ്റ് തുറക്കുവാണ്. എനിക്ക് ചേട്ടൻ്റെ കാറ് കണ്ടാൽ അറിയാം, പിന്നെ എന്തിനാ വല്ലവരും ആണ്. നമ്മുടെ കാറ് കണ്ടാൽ അറിയാം. പിന്നെ ചേട്ടൻ കഷ്ടപ്പെട്ട് വാങ്ങിയ കാറാ, ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. ആൻസ് നേരത്തെ കടന്നു. അതെ, ഇനിയിപ്പോൾ വിശന്നില്ലേലും കപ്പയും മീൻകറിയും കണ്ട ചേട്ടൻ വിടൂല, അത് വേറെ കാര്യം. ഇച്ചിരി ആണേലും കഴിച്ചിരിക്കും. കപ്പയുണ്ടോ? കപ്പ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനാ. ഇന്ന് പിന്നെ എനിക്ക് ഇച്ചിരി കാച്ചിൽ വാങ്ങിച്ച് തന്നിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് അടുത്ത ദിവസം പുഴുങ്ങാം. നമുക്ക് ചേട്ടൻ വാങ്ങിച്ചു തന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ആ കടയിൽ ചെന്നപ്പം ചേന കണ്ടോണ്ട് കാച്ചിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കാച്ചിൽ പിറ്റേ ദിവസം നാളെ വരുമെന്ന് എന്നോട് പറഞ്ഞു. പിറ്റേ ദിവസം വൈകിട്ട് ചേട്ടൻ എനിക്ക് ചുരിദാറൊക്കെ വാങ്ങിച്ചു തന്നിട്ടാ. ഈ സാരി വാങ്ങി തന്നു. അങ്ങനെ ഞാൻ ചുരിദാർ വാങ്ങിച്ച് സാരി വാങ്ങിച്ച് ഇച്ചിരി അരി വാങ്ങാൻ ഓർത്തുകൊണ്ട് കരിമണ്ണൂർ കടയിൽ ചെന്ന് കാച്ചിലും കൂടെ ചോദിച്ചപ്പം അവിടുത്തെ ചെറുക്കൻ്റെ ആൾക്ക് പറഞ്ഞു കാച്ചിൽ തീർന്നു പോയല്ലോ ചേച്ചിന്ന്. പിറ്റേ ദിവസം കാച്ചിൽ വന്ന വഴി ചേട്ടൻ വാങ്ങി വെച്ചു, എന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നു. ഇന്ന് ഞാൻ ചേട്ടൻ വാങ്ങിച്ചെന്ന ചുരിദാർ കാണിച്ചു തരാവേ.
എന്താ അതിനാ അബദ്ധം പറ്റിയതെന്നാ? ആ അത് അബദ്ധം പറ്റിയതല്ല, സ്നേഹം കൊണ്ട് വാങ്ങിച്ചു തന്നതാ. എന്നിട്ട് എൻ്റെയൊക്കെ പറഞ്ഞ് അബദ്ധം പറ്റിയെന്ന്. അബദ്ധം. ചുരിദാർ ഷേപ്പ് ചെയ്യാനുമുണ്ട്. സാരിക്കൊരു ബ്ലൗസ് നോക്കണം, സാരി പോൾ അടിക്കണം, സാരിയുടെ 2 അരികും അടിക്കണം. ഞാൻ കാണിച്ചു തരാവേ. ചേട്ടൻ വാങ്ങിത്തന്ന ചുരിദാർ ഇതാണ്. നമ്മുടെ കരിമണ്ണൂർ ഒരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചു തന്നത്. അയ്യോ കാണാൻ പറ്റണില്ല. ഇതാണ് ചേട്ടൻ വാങ്ങിത്തന്ന ചുരിദാർ. നല്ല കളറല്ലേ, മുന്തിരി കളർ. പിന്നെ ചേട്ടന് ഇഷ്ടപ്പെട്ടു എന്ന് എന്നോട് പറഞ്ഞതാ. ചേട്ടൻ വാങ്ങിത്തന്ന സാരി വിചിത്ര സിൽക്കിൻ്റെ ഇപ്പോഴത്തെ മോഡല്. സത്യത്തിൽ ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല ഈ സാരിയുടെ, കുറച്ചുകൂടി ഡാർക്കാണ് കേട്ടോ. അതാ ഇതേ കളറൊന്നുമല്ല, ബാക്ക് ക്യാമറയിൽ നോക്കാം. ഇത് ചേട്ടൻ വാങ്ങിത്തന്ന സാരി, ഇത് ചേട്ടൻ വാങ്ങിച്ച് തന്ന ചുരിദാർ. ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങി തന്നതാണ് കേട്ടോ. ആദ്യമായിട്ട് വാങ്ങിച്ചു തന്നതാ. ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന ഡ്രസ്സാണിത്. മിനിഞ്ഞാന്നല്ല കെട്ടിയ, ഒക്ടോബർ 24 കെട്ടിയേ. 1 മാസം ആകാറായി. 2-3 ദിവസം കഴിഞ്ഞാൽ 1 മാസമായി. നല്ല ചുരിദാറാണ് കേട്ടോ, നല്ല ചുരിദാറാണ്, നല്ല ചുരിദാറാണ്. ചേട്ടനൊരു ഹോളിവുഡ് നടൻ്റെ ഷേപ്പുണ്ട്, ബിജുമേനോൻ്റെ ഷേപ്പുണ്ട്, പിന്നെ നെടുമുടി വേണുവിൻ്റെ ഷേപ്പുണ്ട്. എൻ്റെ പൊന്നോ, ചേട്ടൻ അങ്ങ് സിനിമാ നടനായിപ്പോയി. ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് വന്നേക്കണതാ. ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കും തോന്നിന്ന്. ചേട്ടനില്ലേ മീൻകറിയല്ല ഇഷ്ടം, മീൻ്റെ ചാറാ ഇഷ്ടം. സത്യം. ഞാൻ ഇഷ്ടം പോലെ മീൻ യെസ്. ഞാൻ 1 കിലോ മീൻ മേടിച്ചാൽ 1.5 ആഴ്ച കൊണ്ട് തീർക്കും. ഞാൻ 1 കിലോ മീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തോടു കൂടി തീർക്കും. അപ്പോൾ ബീഫ് തിന്നാനോ? ബീഫ് തിന്നാൻ എന്നാ ചെയ്യാം? അല്ല, ചേട്ടൻ കൊണ്ട് തന്നാൽ മതി. ശരിയാട്ടോ, കോഴി വാങ്ങിയിട്ട് കുറേ നാളായി. ചേട്ടൻ അങ്ങനെ ഇരുന്ന് കപ്പ തിന്നട്ടെ, നമുക്ക് പിന്നെ കാണാം. കപ്പയും മീനും ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത ദിവസം ആ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും. ചേട്ടൻ ഉണ്ടാക്കി തരും, ഞാൻ കഴിക്കും. എന്നാ സെറ്റ്. അപ്പോൾ ചേട്ടൻ വാങ്ങിച്ചെന്ന ചുരിദാറാണ് കേട്ടോ. ഇത് തന്നെ കോളേജിൽ പോകണം. എടാ ആ ചെരുപ്പ് അടിയിൽ പുറകിൽ കൂട്ടുള്ള ചെരുപ്പില്ലേ, ഇത് ഈ ബ്രൗൺ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണേ. ചെരുപ്പിട്ടില്ല. ചുരിദാർ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. വർഷങ്ങൾ കൂടി ഒരു ഡ്രസ്സ് കിട്ടിയതാ, ഞാൻ വാങ്ങാതെ. വാ ഒരു മണ്ണിട. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ. ബൈ നാടാ, ഇങ്ങോട്ട് മൂടറാ. നീയല്ലേ എന്ന് മൂടണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇവനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണ്ണിപ്പിച്ചു. ഇവന് ക്ലാസ്സില്ല.